മനസാക്ഷിയുള്ള പ്രസ്ഥാനമാണ് മാനേജ്മെന്റുകളെ വരച്ച വരയിൽ നിർത്തിക്കാനുള്ള വിദ്യയും സമര പോരാട്ടങ്ങളെല്ലാം അറിയുന്ന ആളുകളാണ് എസ്എഫ്ഐയുടെ നേതാക്കന്മാരും എസ്എഫ്ഐയുടെ പ്രസ്ഥാനവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, മാനേജ്മെന്റ് കാണിക്കുന്ന പോക്രിത്തരങ്ങളെ ഇനിയും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ നിഴലായി നിങ്ങളുടെ ഈ പ്രസ്ഥാനം കൂടെ ഉണ്ടാവുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ കൊടിയുയർത്തലിന് ശേഷം നമ്മൾ തീരുമാനിച്ചത് എസ്എഫ്ഐ ഈ കോളേജിനകത്ത് രൂപീകരിച്ചുകൊണ്ട് എസ്എഫ്ഐയുടെ ഒരു യൂണിറ്റ് സമ്മേളനം ഇവിടെ നടത്തണം എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ നമുക്കിപ്പോൾ അത് നടത്താൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നമ്മളിവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ കോളേജിലെ ഹോസ്റ്റലിനകത്തില്ല ഏകദേശം 60ഓളം വരുന്ന കുട്ടികളെ ഹോസ്റ്റലിനകത്ത് നിന്ന് നിർബന്ധിപ്പിച്ച് അവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും 17ഉം 18ആം തീയതി വരെയും എക്സാമുകളുള്ള ആളുകൾ അതിനകത്തുണ്ട്. എന്നിട്ട് പോലും കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അവരെ ആ ഹോസ്റ്റലിൽ നിന്ന് ധാർഷ്ട്യത്തോടു കൂടി ഇറക്കിവിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്ത് പാമ്പാടി ഹോസ്റ്റലിലും ഇതേ രൂപത്തിൽ ലേഡീസ് ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ പോലും ഇറക്കിവിടുന്ന സമീപനം സ്വീകരിച്ചപ്പോ അവർക്ക് താങ്ങായെത്തിയത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഈ വിദ്യാർത്ഥി മാനേജ്മെന്റ് പറഞ്ഞത്, ഞങ്ങളെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് വിളിച്ചു പറയാണ്, ചേട്ടാ മാനേജ്മെന്റുകാർ ഞങ്ങളെ നിർബന്ധിച്ചിറക്കി വിടുകയാണ്, ആരെ വേണമെങ്കിലും പോയി വിളിച്ചിട്ട് വന്നോ, ഞങ്ങൾ ഒരു ചുക്കും അവര് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ 2 മണിക്കാണ് അവരുടെ ആ പ്രസ്താവന വന്നതെങ്കിൽ 5 മണിയാകുമ്പോഴേക്കും അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കേണ്ടി വന്നു. കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. 5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു, എന്റെ മക്കൾ കോളേജ് ഹോസ്റ്റലിലേക്ക് കയറി പൊക്കോളൂ എന്ന് മാനേജ്മെന്റിനോട് പറയിപ്പിച്ചത് എസ്എഫ്ഐയുടെ ഉച്ചിതാരണ സമരമാണ്. അപ്പോ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഈ ആവശ്യം മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്യണം. അടിയന്തരമായി നമ്മുടെ പ്രശ്നത്തിനകത്ത് ഇടപെടുകയും ചെയ്യണം. അതിനായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, നമ്മുടെ ഈ മുഴുവൻ ആളുകളും ഇവിടെ ഇറങ്ങി നമ്മുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ ഇവിടെയുള്ള ദേശീയപാത ഉപരോധിക്കാനാണ് എസ്എഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കുന്നവരെ നമുക്ക് ആ സമരവേദിയിൽ നിന്ന് മാറാൻ വേണ്ടി കഴിയില്ല. എല്ലാ സഖാക്കളും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ആ സമരത്തിനകത്ത് അണിനിരക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരിക്കലും അവർക്ക് എതിരായി സമരം ചെയ്യാമെന്ന ആളുകളല്ല. പോലീസിനോട് ശത്രുതാപരമായിട്ടുള്ള സമീപനം എസ്എഫ്ഐക്കില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങളിവിടെ എത്തിപ്പെട്ടതും അതിനെ സംരക്ഷിക്കാറോ ഇനി എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളോട് ശത്രുതാപരമായിട്ടുള്ള മനോഭാവമില്ല. ഞങ്ങൾക്ക് മനോഭാവം ഉള്ളത് ഇവിടുത്തെ മാനേജ്മെന്റിനോടാണ്. അവരോട് അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തോട് നല്ലൊരു സമീപനം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളോട് ഇങ്ങോട്ട് മെക്കിട്ട് കയറാത്ത രീതിയിൽ പോലീസിന്റെ ഇടപെടലുകൾ മാറണം എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞങ്ങൾ ഒരിക്കലും പോലീസുകാർക്കെതിരല്ല. പോലീസുകാരെ മനസ്സുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്നതുകൂടി മനസ്സിലാക്കുന്ന ആളുകളാണ് എസ്എഫ്ഐയുടെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള സമരമാണ് എസ്എഫ്ഐ പ്രതീക്ഷിക്കുന്നത്. സമാധാനപരമല്ലാത്ത സമരവും എസ്എഫ്ഐക്ക് നടത്തിയിട്ടുള്ള ചരിത്രം. സമാധാനപരമല്ലാത്ത സമരം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാനൊന്നും നിൽക്കില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാമ്പാടി കോളേജിലേക്ക് ഞങ്ങൾ നടത്തിയ മാർച്ച്. പാമ്പാടി കോളേജിലേക്ക് ഞങ്ങൾ നടത്തിയ മാർച്ച് എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ സമരം ഇപ്പൊ നമ്മള് മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് ആ സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഒരാളും ഇനി എന്ത് ഭീഷണി വന്നാലും എസ്എഫ്ഐയുടെ നേതൃത്വം പറയാതെ ഒരാളും അവിടെ അനങ്ങാൻ വേണ്ടി പാടില്ല. നമ്മുടെ ആവശ്യം അംഗീകരിക്കുന്നവരെ, നമ്മുടെ കോളേജിലെ 40 ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളിത് നടത്തുന്നത് എന്നുള്ളതല്ല, നമ്മളുടെ ആവശ്യം അംഗീകരിക്കുന്നവരെ എന്റെ അവസാന ശ്വാസം നിലക്കുന്നത് വരെയും ഞാൻ ഞങ്ങൾ 4 ആളെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പാലക്കാട് ജില്ലയിൽ എസ്എഫ്ഐയുടെ മെമ്പർഷിപ്പ് 1 ലക്ഷം വരുന്ന മെമ്പർഷിപ്പാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ 4 പേർ. മനസ്സിലായ? ഞങ്ങൾ എത്തിയിട്ടുള്ള ഈ പ്രശ്നം, ഈ സമരത്തെ നേരിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം വരുന്ന ആളുകളെയും സമരഭൂമിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു നിമിഷം മുഴുവൻ ആളുകളും ആ സമര
കേന്ദ്രത്തിനകത്തെ കൂടി എത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, മുഖം മറക്കേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായ? പേടിയുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ കോളേജിന്റെ മാനേജ്മെന്റിന്റെ അടിത്തറ വരെ മാന്താനുള്ള ശേഷി മുഖം മറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലും വലിയ മാനേജ്മെന്റ് ആണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കരുണ മെഡിക്കൽ കോളേജ്. അവരെ പോലും 4 ദിവസം കഴിയുമ്പോഴേക്കും SFI തേടി വന്ന് മുട്ടുമടക്കിയ ചരിത്രമാണ് മാനേജ്മെന്റിനുള്ളത്. പിന്നെയാണ് ഈ പീറ നെഹ്റു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളതും, ധൈര്യം പടിഞ്ഞ് ഞങ്ങൾക്ക് വളയിടാൻ മാത്രമല്ല കൈകള് മുഷ്ടി ചുരുട്ടാൻ കൂടി അറിയും എന്നുള്ളത് കൂടി എല്ലാ സഖാക്കളും ഇവിടെ വന്നിട്ടുള്ള ആവേശപൂർവ്വമായിട്ടുള്ള സഖാക്കൾ നമ്മളെ റോഡിനകത്ത് എത്തണം. ജനങ്ങളുണ്ട്, പൊതുജനങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. എങ്കിൽ കൂടിയും അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്കറിയാം. നമ്മുടെ സമരം അധികം നേരം നീണ്ടു നിൽക്കില്ല എന്നാണ് കരുതുന്നത്. ഈ സമരം നമ്മുടെ ആവശ്യം എത്രയും പെട്ടെന്ന് മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും പെട്ടെന്ന് മീഡിയ